മരട് നഗരസഭയുടെ ശാന്തിവന ശ്മശാനത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. മരട് നെട്ടൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് ശവമഞ്ചലുമായി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കുണ്ടന്നൂർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നഗരസഭാ കവാടത്തിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ. ഷൈജു ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. നെട്ടൂർ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ അധ്യക്ഷത വഹിച്ച സമരത്തിൽ ബി.ജെ.പി. മരട് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് മനോജ് സ്വാഗതവും മരട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി സുമേഷ് നന്ദിയും രേഖപ്പെടുത്തി. പ്രതിഷേധ സമരത്തിൽ ബി.ജെ.പി. പള്ളുരുത്തി മണ്ഡലം പ്രസിഡന്റ് ശ്രീ ധനേഷ് കുമാർ, തൃപ്പൂണിത്തുറ മണ്ഡലം പ്രസിഡന്റ് ശ്രീ അജിത്ത്, ബി.ജെ.പി. സംസ്ഥാന സമിതി അംഗം സഹജ ഹരിദാസ് എന്നിവർ സംസാരിച്ചു. പ്രതിഷേധത്തിന് ശേഷം ബി.ജെ.പി. പ്രവർത്തകർ മരട് നഗരസഭാ സെക്രട്ടറിക്ക് നിവേദനം നൽകി. ബി.ജെ.പി. ഇന്ന് നടത്തിയ സമരം അനാവശ്യമാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ശാന്തിവനത്തിന് വേണ്ട ഫണ്ട് മരട് നഗരസഭ വകകൊള്ളിച്ച് പ്രവർത്തനം തുടങ്ങിയാണെന്നും മരട് നഗരസഭയുടെ വൈസ് ചെയർമാൻ ശ്രീ ജിൻസൺ പീറ്റർ പറഞ്ഞു. മരട് നഗരസഭയിലെ യഥാർത്ഥ പ്രതിപക്ഷമായ CPM പോലും പരാതിയില്ലെന്നും അവർ പോലും നഗരസഭയുടെ മുമ്പിൽ സമരം ഇതുവരെ നടത്തിയിട്ടില്ലെന്നും ശ്രീ ജിൻസൺ പീറ്റർ കൂട്ടിച്ചേർത്തു. എല്ലാ സഹപ്രവർത്തകരെയും പേരെടുത്ത് പറയുന്നില്ല, അല്ലെങ്കിൽ വിട്ടുപോയ കുഴപ്പം. അതുപോലെ പോലീസ് സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ഈ പോലീസിന്റെ നിപ്പ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു ആക്രമണം ഉണ്ടാവാൻ സാധ്യതയെന്ന് വിചാരിച്ചു. അത്രയും വലിയ പോലീസാണ്. ഇത്രയും പോലീസുകാർ വേണമെന്നൊരു സംശയമുണ്ട്. കാരണം മരട് മുനിസിപ്പാലിറ്റി ഒരു ആവശ്യം, ജനങ്ങളും ആവശ്യങ്ങളുമായിട്ട് മുനിസിപ്പാലിറ്റിയിലേക്ക് കടന്നു വരും. ഇത് ചെയർപേഴ്സണെ കാണും, കൗൺസിലറൊക്കെ ഹാളിലേക്ക് വരും, സെക്രട്ടറിയെ കാണും, സ്വാഭാവികമാണ്. പക്ഷെ പോലീസിന്റെ എനിക്ക് തോന്നുന്നത് മരട് മുനിസിപ്പാലിറ്റി സെക്രട്ടറി അറിയിച്ചതുകൊണ്ടായിരിക്കും ഇത്രയും പോലീസ് എന്നാ ഉള്ളത്. ന്യായമായിട്ടൊരു ആവശ്യമായിട്ട് ഞങ്ങൾ മുന്നിൽ വന്നിട്ടുണ്ട്. ന്യായമായിട്ടൊരു ആവശ്യം. ഇത് അന്യായമാണ് എങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമാണ് ഞങ്ങളിൽ അതിച്ചാർജ് ഞങ്ങൾ കൊടുക്കേണ്ടി വരും. ന്യായമാണെങ്കിൽ ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ കേൾക്കേണ്ടി വരും. അപ്പൊ ന്യായമായ ആവശ്യങ്ങളുമായി കടന്നു വരുന്ന ആളുകളെ മുനിസിപ്പാലിറ്റിക്കകത്തേക്ക് കടത്തിവിടണമെന്നാണ് എനിക്ക് ആലോചിപ്പിക്കുന്നത്. ഇതൊരു ന്യായമാണ്. ഇവിടുത്തെ ഒരു മനുഷ്യജീവൻ, ഇവിടെ ഇപ്പോ ഈ പ്രതീകാത്മകമായിട്ടുള്ള ഈ ബോഡി പോലും തെക്കോട്ട് വെക്കുന്ന നമ്മൾ പറഞ്ഞു അല്ലെ, ശരീരത്തല്ല തെക്കോട്ട് വെക്കുന്ന പറയുന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ശവശരീരം വടക്കോട്ട് വെക്കാറില്ല. അതുകൊണ്ടാണ് തെക്കോട്ട്. പ്രതീകാത്മകമായിട്ട് പോലും ഞങ്ങൾ ആ മൃതദേഹത്തോട് ഞങ്ങൾ ആദരവ് കാണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇവിടുത്തെ മുനിസിപ്പൽ സെക്രട്ടറിയും മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ഞങ്ങൾ ഇന്നിപ്പോ പ്രതീകാത്മകമായി കൊണ്ടുവന്നിട്ടുള്ള ഈ ശവശരീരത്തോട് പോലും അവഹേളനം ഞങ്ങൾ നടത്തിയിട്ടില്ല. അതിനെ അലങ്കരിച്ച് പുഷ്പാലങ്കാരങ്ങൾ നടത്തി അതിന്റെ തല തെക്കോട്ട് വെച്ചുകൊണ്ടാണ് ഈ മുനിസിപ്പാലിറ്റി കവാടത്തെ ഞങ്ങളുടെ ഉപേക്ഷിക്കാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ തന്നെ അടക്കം ചെയ്യാൻ പോകുന്നത്. നിങ്ങളിത് മുനിസിപ്പൽ ചെയർപേഴ്സൺ സെക്രട്ടറി ഇത് ഒഴുങ്ങിത്തരും. കാരണം അടക്കം ചെയ്യാൻ മാർഗമില്ല. എന്താ ചെയ്യുന്നത്? ഇതിനടക്കം ചെയ്യാൻ യാതൊരു മാർഗവുമില്ല. മരട് മുനിസിപ്പാലിറ്റിക്കകത്തല്ലേ ഹൈന്ദവ ജനതയിൽപ്പെട്ട ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോയി അടക്കം ചെയ്യും? നമുക്ക് 2 സെന്റ് 3 സെന്റ് 4 സെന്റ് വീടുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് സ്വന്തം വീട്ടുമുറ്റത്ത് ഹൈന്ദവ ആചാരങ്ങൾ അനുസരിച്ച് കൃഷി ചെയ്ത് കർമ്മം ചെയ്ത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്ത് അടക്കം ചെയ്യാനുള്ള യാതൊരു മാർഗവുമില്ല. അതുകൊണ്ടാണ് ഈ ശ്മശാനങ്ങളൊക്കെ നിർമ്മിച്ചത്. ഇതൊന്നും ഈ ശ്മശാനങ്ങളൊക്കെ ഒരു അലങ്കാരത്തിന് വേണ്ടി ഉണ്ടാക്കിയതൊന്നുമല്ല. ഈ ശാന്തി കവാടത്തിൽ ഈ ശ്മശാനത്തിൽ ഞാൻ മുമ്പ് വന്നിട്ടുള്ളത് പല ആവശ്യങ്ങളുമായിട്ട് പല ആളുകളുടെ അന്ത്യോപചാര കർമ്മങ്ങൾ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഇന്നിപ്പോ ശ്മശാനത്തിൽ കഴിഞ്ഞ ദിവസം പോയപ്പോൾ കാണാൻ സാധിച്ച ഇടജന്തുക്കളെ കൊണ്ട് നടക്കാൻ സാധിക്കുന്നില്ല. മറ്റേ പാമ്പയുടെ സഹായം തേടേണ്ട രീതിയിലാണ്. ആ കവാടത്തിലേക്ക് പോകണമെങ്കിൽ പാമ്പുകടത്തക്കാരൻ വാവ സുരേഷിന്റെ സഹായം തേടേണ്ട രീതിയിലാണ് ഇന്നിപ്പോ ആ ശ്മശാനം കിടക്കുന്നത്. ഇങ്ങനെയാണോ ഒരു സമൂഹത്തെ കാണേണ്ടത്? ഇവിടുത്തെ ക്രിസ്ത്യൻ ജനത ജാതിയും മതവും എന്ന് പറയുന്നതല്ല. ഇവിടെ ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ആളുകളെ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പള്ളിയിൽ സെമിത്തേരി ഉണ്ട്. വളരെ അലങ്കരിച്ച സെമിത്തേരിയാണ്. കോർപ്പറേറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറിയും ചെയർപേഴ്സൺ പൊതുവെ കാണണം. അതുപോലെ മയ്യത്ത് നമസ്കാരം ചെയ്യാൻ വേണ്ടി അവിടെ മയ്യത്തിന് വേണ്ടി മുസ്ലിം സഹോദരന്മാർക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ സർക്കാരിന്റെ ഈ ശ്മശാനം തേടി വരുന്നത്, അല്ലെങ്കിൽ ഈ ഇവിടെ മുനിസിപ്പാലിറ്റി ഒരുക്കുന്ന സൗകര്യങ്ങൾ തേടി വരുന്നത് ഇവിടുത്തെ പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ഹിന്ദു സമൂഹമാണ്. ഒരു 10 സെന്റോ 15 സെന്റോ കൈവശമുള്ള ആളുകൾ ഒരാൾ പോലും, ഇവിടുത്തെ അധികം ഭൂമിയുള്ള ഒരാൾ പോലും ഈ ശവശരീരവുമായിട്ട് ഈ ശ്മശാനത്തിലേക്ക് വരാറില്ല. വരുന്നത് ഇവർക്ക് പാവപ്പെട്ട പട്ടികജാതിക്കാരൻ, പിന്നോക്കവാദത്തിൽപ്പെട്ട ആളുകൾ, പട്ടിണി പാവങ്ങൾ, ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ, ഇവിടുത്തെ പാവപ്പെട്ട മീൻകച്ചവടക്കാര്, അതുപോലുള്ള ആളുകൾ, കെട്ടിട നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന മേസ്ത്രിമാര്, അവരൊക്കെ ഈ ബോഡിയുമായിട്ട് ഇവിടുത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹം വരുമ്പോ എന്തിനാ ഇങ്ങനെ അവഹേളനം നടത്തുന്നത്? എല്ലാ വർഷവും 10 ലക്ഷവും 20 ലക്ഷവും ഒക്കെ അനുവദിച്ചെന്ന് പറയുമ്പോ ഈ തുക നിങ്ങൾ എന്താ ചെയ്യുന്നത്? പുത്തടിക്കുകയാണോ? അവിടെ മനോഹരമായിട്ടുള്ള ഒരു പാർക്ക് പോലെയുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നെന്നാണ് ഞാൻ ഓർക്കുന്നത് നേരത്തെ. അതൊക്കെ നിലനിർത്തേണ്ടത്, മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, മെയിൻ്റനൻസ് കാലാകാലങ്ങളിൽ നടത്തേണ്ട ഉത്തരവാദിത്വം നഗരസഭയ്ക്കില്ലേ? ഈ നഗരസഭയ്ക്കൂടെ പിന്നെ എന്താ പണി? ഈ നഗരസഭയ്ക്ക് എന്താ ഈ ജനങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെന്റ്, ഉത്തരവാദിത്വം എന്താണ്? ഭരണഘടനയെ തൊട്ട് അധികാരത്തിലേറുന്ന ഒരു നഗരസഭ ഇത്രയും ജനവിരുദ്ധമായിട്ട് ജനദ്രോഹികളായി മാറാൻ പാടില്ല.
ഞാൻ മനസ്സിലാക്കുക പത്രങ്ങളിലൂടെ അറിയാൻ സാധിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി തൂഫാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ലഹരി മാഫിയക്കെതിരായി നിലപാട് സ്വീകരിച്ചപ്പോ അതിനെ പോലും അംഗീകരിക്കാതിരിക്കുകയും അതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത ഒരേ ഒരു നഗരസഭ ഈ മരട് മുനിസിപ്പാലിറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഒരു ആരോപണം ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും ഞാൻ പറയുന്നു, ഈ മരട് മുനിസിപ്പാലിറ്റിക്കകത്ത് കഞ്ചാവ് കച്ചവടം ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്ത കാര്യമാണ്. രാഷ്ട്രീയ ബന്ധമായിക്കോട്ടെ, കോൺഗ്രസ്സുകാർ ചെയ്താലും CPM ചെയ്താലും അല്ലെങ്കിൽ വേറെ രാഷ്ട്രീയ പാർട്ടി ചെയ്താലും ഞങ്ങൾ അതിനെ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും. ഇവിടുത്തെ കഞ്ചാവ് മാഫിയ അമർച്ച ചെയ്യാൻ, ഇവിടുത്തെ ഈ മയക്കുമരുന്ന് മാഫിയൊക്കെ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അദ്ദേഹം ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ നടത്തിയപ്പോ ആ ഓപ്പറേഷൻ തൂഫാനിൽ സഹകരിക്കാത്ത ഒരു മുനിസിപ്പാലിറ്റിയാണ് അത്. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണെന്ന് പറഞ്ഞാൽ ഇവരുടെ പണി ഉള്ളിലിരിപ്പ് എന്താണെന്ന് പ്രിയപ്പെട്ടവർ നിങ്ങൾ ആലോചിക്കണം. ഞാനിത് സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചതേ ഉള്ളൂ. ഞങ്ങൾക്ക് ശ്മശാനം ഇവിടെ പുനഃക്രമീകരിക്കാൻ സാധിക്കാത്തത്, ഇവിടെ പുനരുദ്ധരിക്കാൻ സാധിക്കാത്തത് എന്ന് തുറന്നു പറയാൻ നിങ്ങൾ തയ്യാറാവാം. അതിന് ഫണ്ട് ഞങ്ങൾ തരാം. ഞാൻ BJP എറണാകുളം ജില്ലാ പ്രസിഡന്റാണ്. കേന്ദ്രം ഭരിക്കുന്ന ഞങ്ങളുടെ പ്രധാനമന്ത്രി BJPയുടെ പ്രധാനമന്ത്രിയാണ് കേന്ദ്രം ഭരിക്കുന്നത്. സാക്ഷാത് നരേന്ദ്ര ദാമോദരദാസ് മോദി. ഇവിടുത്തെ പാവപ്പെട്ട ആളുകളുടെ ഏത് വിഷയവും പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന, പാവപ്പെട്ട ആളുകളുടെ വിഷയങ്ങൾ കേട്ടാൽ കരളലിയുന്ന ഒരു നേതാവ് ഈ രാജ്യത്ത് പ്രധാനമന്ത്രിയായിട്ടുണ്ട്. അദ്ദേഹത്തെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ ഒരു BJP ജില്ലാ പ്രസിഡന്റോ സംസ്ഥാന പ്രസിഡന്റോ എന്ന് പറഞ്ഞാൽ ഫണ്ട് കൊടുക്കുന്ന രീതി നമ്മുടെ രാജ്യത്തിലില്ല. നിങ്ങൾ നിങ്ങളുടെ കൗൺസിൽ പ്രമേയം പാസാക്കി, ഒരു റെസൊല്യൂഷൻ പാസാക്കി, കോർപ്പറേഷൻ സെക്രട്ടറി അംഗീകാരത്തോടുകൂടി ജില്ലാ കളക്ടറുടെ ഒപ്പുവെച്ച് നിങ്ങൾ അയക്കേണ്ട ആ ലെറ്റർ ഇവിടുത്തെ ഏരിയ പ്രസിഡന്റ് അനിലിന്റെ കൈവശം കൊടുത്താൽ ആ ഫണ്ട് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഈ ശ്മശാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാണ്. ഞങ്ങളിപ്പോൾ ഒരു പ്രധാനമന്ത്രി മരട് മുനിസിപ്പാലിറ്റിയിൽ ശ്മശാനമില്ല എന്ന് പറഞ്ഞാൽ അതനുവദിക്കില്ല. അതൊരു സിസ്റ്റമല്ല. പക്ഷേ കൗൺസിൽ യോഗം കൂടി പഞ്ചായത്ത് കോർപ്പറേഷൻ മുനിസിപ്പൽ സെക്രട്ടറി അതിന്റെ പ്രമേയത്തിന്റെ കോപ്പി അടക്കം ജില്ലാ കളക്ടർ സബ്മിറ്റ് ചെയ്ത് ആ കോപ്പി ഞങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കും. ഇതിൽ പണിയില്ലാത്തത് കൊണ്ട് എന്തൊക്കെ പിച്ചുമ്മയും പറഞ്ഞു പോയെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം അങ്ങനെ നിങ്ങൾ വിചാരിച്ചാൽ ഇനി ഒരു വരവ് വരുന്നത് ഈ നിൽക്കുന്ന ഗേറ്റ് അടിച്ചു പൊളിച്ച് അകത്തേക്ക് പോകുന്ന രീതിയിലേക്ക് ആയിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടു ഈ പണിയും ജോലിയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ ജനങ്ങളുടെ മുഴുവൻ ശബ്ദവുമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾ കണ്ണു തുറന്ന് പരിഹാരം കാണും എന്ന പ്രതീക്ഷയോടുകൂടിയാണ്. ആ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ എല്ലാ സമരഭടന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ ധർണ്ണ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ശാന്തിവനം എന്ന് പറഞ്ഞ പേരും കൊടുത്തിട്ട് ഇവിടുന്ന് മരിച്ചു കൊണ്ടുപോകുന്ന ആത്മാക്കൾക്ക് പോലും ശാന്തി ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും വരുമാനം കൂടിയ ഒരു മുനിസിപ്പാലിറ്റിയാണ് മരട് മുനിസിപ്പാലിറ്റി എന്ന് അവകാശപ്പെടുന്ന ഈ മെട്രോ നഗരത്തില് 5 സ്റ്റാർ ഹോട്ടലുകളും 5 സ്റ്റാർ ഹോസ്പിറ്റലുകളുമുള്ള നല്ല പിരിവ് നികുതി വരുമാനമുള്ള മരട് മുനിസിപ്പാലിറ്റിയില് ഇന്ന് ഈ മരട് ഏരിയയിലുള്ള ഈ മരട് മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന ഹൈന്ദവ ജനതയ്ക്ക് മരിച്ചു കഴിഞ്ഞാൽ ഒന്ന് കൊണ്ടുപോയി സംസ്കരിക്കാൻ പോലുമുള്ള ആ ശാന്തിവനം ഇന്ന് കിടക്കുന്ന ശോചനീയ അവസ്ഥ വളരെ ദയനീയമാണ്. ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. കഴിഞ്ഞ മാസം ഒരു മരം കടമുഴുകിയിട്ട് മറ്റു മരങ്ങൾക്കും കൂടി അസൗകര്യമാകുന്ന രീതിയിൽ അത് അവിടെ കിടന്നിട്ട് അത് വെട്ടിമാറ്റാൻ പോലും ഈ മുനിസിപ്പാലിറ്റി ഇതുവരെ തയ്യാറായിട്ടില്ല. അതുപോലെ വിറക് ചൂളുകൾ 2 എണ്ണമുണ്ട്. കുറച്ച് വിറക് വെച്ച് കത്തിച്ച് ഈ ശവമെല്ലാം മുഴുവനായിട്ട് കത്തിക്കുന്നുണ്ടോ, അത് ചാരമാക്കുന്നുണ്ടോ, അത് എവിടെയെങ്കിലും കൊണ്ട് കായലിൽ തള്ളുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ലക്ഷങ്ങൾ മുടക്കി ഗ്യാസ് ക്രിമിറ്റോറിയം പണിതിട്ടിട്ട് അതിന്റെ അവസ്ഥ ഇന്ന് വളരെ പരിതാപകരമാണ്. ഇത് ആരോടാണ് ഇവർ ഈ പക വീട്ടുന്നത്? നമ്മൾക്കറിയാം, ഈ ഏരിയയിൽ 2-3 സെന്റ് അല്ലെങ്കിൽ 10 സെന്റിൽ താഴെയുള്ള ഒരു കുടുംബത്തിലെ ഒരംഗം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ ആ വീട്ടുവളപ്പിൽ സംസ്കരിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ശാന്തിവനം പോലെയുള്ള പരമപവിത്രമായ ഒരു സ്ഥലം വളരെ ശ്രദ്ധയോടും ശുചിത്വത്തോടും കൂടി അത് പരിപാലിക്കാൻ നമ്മുടെ മരട് മുനിസിപ്പാലിറ്റിക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല. അപ്പൊ ഇവിടെയുള്ള ആളുകളോട് എന്ത് കാണിച്ചാലും ഒന്നും വരില്ല എന്നുള്ളൊരു ധാർഷ്ട്യമാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്.
അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ശ്മശാനം നവീകരിച്ചുകൊണ്ട് അവിടുത്തെ അപാകതകളെല്ലാം നീക്കിക്കൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ ജനതകൾക്ക് ഒരു സംസ്കാരം വന്നു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാനായിട്ട് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് സഹകരണം ഉണ്ടായില്ല എങ്കിൽ ഇതൊരു സൂചന മാത്രമാണ്. സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ ആരോടാണ് കളിക്കുന്നതെന്നും മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നടത്തിയ ഈ മാർച്ചിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. മരട് മുനിസിപ്പാലിറ്റി ശാന്തിവനം ശ്മശാനവുമായി ബന്ധപ്പെട്ട് BJP നടത്തുന്ന സമരം രാഷ്ട്രീയ മുതലെടുപ്പാണ്. കാരണം ഈ വർഷത്തെ പ്രോജക്റ്റിൽ നവീകരണവുമായി ബന്ധപ്പെട്ട് 25 ലക്ഷം രൂപ നഗരസഭ ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ട്. അതിൻ്റെ അനുമതി ലഭിച്ചിട്ടുള്ളതാണ്. അടുത്ത ദിവസം ടെൻഡർ നടപടികളിലേക്ക് നീങ്ങുന്നതാണ്. അതോടുകൂടി ഇന്നിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതോടൊപ്പം നമുക്കറിയാം, ഗ്യാസ് ക്രിമിറ്റോറിയവുമായി ബന്ധപ്പെട്ട് ആ സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയെങ്കിലും പലരും വിറക് ശ്മശാനത്തിൽ ബോഡി ദഹിപ്പിക്കണമെന്നുള്ളതാണ് പലരുടെയും ആഗ്രഹം. അതുകൊണ്ടാണ് ഗ്യാസ് ക്രിമിറ്റോറിയം പ്രവർത്തിക്കാൻ കഴിയാതെ പോയത്. എന്നാൽ പുതിയ ഭരണസമിതി അത്തരമൊരു സംവിധാനവും നമ്മുടെ നഗരസഭയിൽ വേണം എന്നുള്ളത് കൊണ്ട് അവരുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ആ ഗ്യാസ് ക്രിമിറ്റോറിയത്തിൽ കൂടുതലായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ച് അത്തരം കാര്യങ്ങളിലും ഉടനെ തീരുമാനമുണ്ടാകും. ഇപ്പോൾ വിറക് ശ്മശാനത്തിൽ 2 ബോഡിയാണ് ഒരേ സമയം നമുക്ക് ദഹിപ്പിക്കുവാൻ സാധിക്കുന്നത്. മറ്റു പല സ്ഥലങ്ങളിലും നമുക്കറിയാം, ഏറ്റവും മനോഹരമായ ഒരു ശ്മശാനമാണ് മരട് നഗരസഭയുടേത്. തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ നഗരസഭയിലേക്കാണ് പ്രധാനമായും മൃതദേഹം സംസ്കരിക്കുന്നതിനായി ആളുകൾ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ 2 ബോഡി ഒരേ സമയം കത്തിക്കുന്ന ആ ഒരു സംവിധാനം മാത്രം പോരാതെ വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്ക് ഈ ഗ്യാസ് ക്രിമിറ്റോറിയം കൂടി ആരംഭിക്കുന്നതോടുകൂടി 4 ബോഡി ഒരേ സമയത്ത് നമുക്ക് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളത് തീർത്തും ആശ്വാസകരമാണ് എന്ന് തന്നെയാണ് കരുതുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ സമരക്കാർ പറയുന്നത് ആംബുലൻസ് സംവിധാനവുമായി ബന്ധപ്പെട്ടാണ്. നഗരസഭയിൽ 2 ആംബുലൻസ് ഉണ്ടായിരുന്നു. അതിലൊരു ആംബുലൻസാണ് ഇപ്പോൾ കൃത്യമായി ഓടുന്നത്. മറ്റേ ആംബുലൻസ് കാലപ്പഴക്കം കൊണ്ടും അത് ഡാമേജായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിന് കൂടുതലായി പണം ചെലവഴിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ് നഗരസഭ തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. പല വാഹനങ്ങളും നമുക്ക് കാലപ്പഴക്കം വന്നത് അതെല്ലാം കണ്ടം ചെയ്യുവാനുള്ള തീരുമാനങ്ങൾ ചാലക്കുടി ഓഫീസുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ അതൊക്കെ ലേലം ചെയ്ത് അതിന് പകരമായി പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങുവാനുള്ള സംവിധാനത്തിലേക്ക് നഗരസഭ മാറുകയാണ്. അതോടൊപ്പം തന്നെ ഷിപ്പ്യാർഡൊക്കെ CSR ഫണ്ട് ഉപയോഗിച്ച്, അതുപോലെ റോട്ടറി ക്ലബ്ബ്, അങ്ങനെ പല ക്ലബ്ബുകളും നമ്മളെ സമീപിച്ചിട്ടുണ്ട്. അവർ പുതിയതായി ആംബുലൻസ് സർവീസ് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ആംബുലൻസ് വാങ്ങിത്തരാമെന്ന് ഏറ്റിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ ഒരു നഗരസഭയിലും ശ്മശാനവും ആംബുലൻസും ഫ്രീ സർവീസായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ്. അത് നടത്തിയത് ഈ ഭരണ സംവിധാനമാണ്. മുൻകാലങ്ങളിലുള്ള ഭരണസമിതി, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ശ്രീ ആന്റണി ആശാമ്പർമിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തുടങ്ങിവെച്ച അത്തരം നല്ല നല്ല കാര്യങ്ങൾ ഈ ഭരണസമിതിയും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മറ്റ് എല്ലായിടത്തും ഇതിനൊക്കെ കനത്ത ഫീസുകൾ വാങ്ങുമ്പോൾ ഇതെല്ലാം സൗജന്യമായി തീർത്തും ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് നഗരസഭ നീങ്ങുന്നത്. ഇപ്പോൾ ഇവിടെ പ്രധാനമായും പറയുന്നത് ഒരു മരം വീണ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, ഒരു മരം വീണ അത് വെട്ടിമാറ്റുന്നതിന് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. കാരണം അത് ലേലം ചെയ്യേണ്ടതുണ്ട്.
അപ്പോൾ അങ്ങനെ പേപ്പർ വർക്കുകൾ ചെയ്തു വരുമ്പോൾ ഒരല്പം കാലതാമസം, ചിലപ്പോൾ 2 ആഴ്ചയോ 3 ആഴ്ചയോ ഒക്കെ നീണ്ടുപോകും എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ അതെല്ലാം പൂർത്തീകരിച്ച് മരം അവിടെ വെട്ടി മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സമരം വെറുതെ അനാവശ്യ സമരമാണ്. കാരണം ഇവരെയൊന്നും ഒരു സഹായവുമില്ലാതെ വളരെ ഭംഗിയായി ഈ ഭരണ സംവിധാനം മുന്നോട്ട് പോവുകയാണ്. പ്രതിപക്ഷത്തെ പോലും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ഭരണമാണ് ഈ നഗരസഭയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി, രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന CPM പോലും ഈ നഗരസഭയിൽ നാളിതുവരെ ഒരു സമരം ചെയ്യുവാൻ തയ്യാറാവാതിരുന്നത്. അത് ഏറ്റവും വലിയ ഞങ്ങളുടെ നേട്ടമായി തന്നെയാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. കാരണം അവർക്ക് പോലും ഒരു കുറ്റമോ തെറ്റോ പറയാൻ സാധിക്കാത്ത വിധം എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നടത്തുന്ന ഭരണമാണ് ഇവിടെ നടക്കുന്നത്. BJPക്ക് കേരളത്തിൽ പല സ്ഥലങ്ങളിലും അക്കൗണ്ട് തുറക്കാൻ സാധിച്ചെങ്കിലും മരട് നഗരസഭയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു സീറ്റ് പോലും വിജയിക്കാൻ സാധിക്കാത്ത BJP അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടത്തുന്ന ഒരു സമരമായിട്ട് മാത്രമാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അത് വളരെ പുച്ഛത്തോടുകൂടി ഞങ്ങൾ ഈ സമരത്തെ തള്ളിക്കളയുകയാണ്.